വീണ്ടും നാം തേജസ്സിനെക്കുറിച്ച് വായിക്കുന്നത് 2 കൊരിന്ത്യർ 3-7 വാക്യത്തിലാണ്. എന്നാൽ കല്ലിന്മേൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായി എങ്കിൽ പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ തേജസ്സുള്ളതായി എങ്കിൽ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. എങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുള്ള ശുശ്രൂഷ മോശയുടെ ശുശ്രൂഷയേക്കാൾ തേജസ്സുള്ളതല്ലേ? മോശയുടെ ശുശ്രൂഷയിൽ ഒരു വേള തേജസ് മുഖത്ത് വിളങ്ങി, അത് മറ്റുള്ളവരെ ആകർഷിച്ചു, അവർ മുഖം മൂടി എന്നൊക്കെ നാം വായിക്കുന്നു. അത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോസ്തലൻ പുതിയ നിയമത്തിലെ ശുശ്രൂഷകരോട് പറയുകയാണ്, ആത്മാവിൻ്റെ ശുശ്രൂഷ അതിനേക്കാൾ ചെറുതല്ലല്ലോ, അതിനേക്കാൾ ക്വാളിറ്റി ഉള്ളതല്ലേ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും. അതേ തേജസ്സോടുകൂടിയ ഈ കാര്യത്തിൽ ഈ അതിമഹത്വമായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി, അതായത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് യേശുക്രിസ്തുവിൽ കൂടെയുള്ള പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പഴയ നിയമത്തിലെ ഏറ്റവും ഉയർന്ന തേജസ്സായ മോശയുടെ മുഖത്തെ തേജസ് പോലും തേജസ് ഇല്ലാത്തതാകുന്നു. അതായത് 1000 വോൾട്ടിൻ്റെ ബൾബ് വന്നു കഴിയുമ്പോൾ 100, 200, 300 എല്ലാം നിഷ്പ്രമമായി പോകും. 10,000-ൻ്റെ വന്നു കഴിയുമ്പോൾ അതുവരെയുള്ളതെല്ലാം ഏതുമില്ലാതായി പോകും. പുതിയ നിയമത്തിൻ്റെ തേജസ്, ശുശ്രൂഷയിലെ തേജസ്, അത് വെളിപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാൻ അല്പമായിട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ചില വേളയിൽ തേജസ് ഇറങ്ങിയിട്ട് ശുശ്രൂഷിക്കാൻ വയ്യാത്ത അവസ്ഥ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ആഴത്തിൽ വെളിപ്പെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന എൻ്റെ ശുശ്രൂഷക വൃന്ദത്തിൽപ്പെട്ട എല്ലാ സഹോദരങ്ങളും ഇതിനെ ഗൗരവമായി എടുക്കണം. ശലോമോൻ്റെ ആലയത്തിൽ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത വിധം മേഘം വന്ന് മൂടി. ഇതുപോലെ നാം ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരു തലം നമ്മുടെ സഭകളിൽ വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ ആഴത്തിൽ പ്രാർത്ഥിക്കുന്നു. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും? വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കുക. പഴയ നിയമത്തിലെ ഈ പറയുന്ന മോശയാവട്ടെ, ദാനിയേലാവട്ടെ, ഇയ്യോബാകട്ടെ, ശിംശോനാവട്ടെ, ഗിദെയോനാവട്ടെ, അബ്രഹാം ആവട്ടെ, അവരെന്ത് ചെയ്താലും അതെല്ലാം നീക്കം വരുന്നതാണ്. എങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും? നാം നിത്യതയിൽ പ്രാപിക്കാൻ പോകുന്ന തേജസ്സിനെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം തീർത്തുകളയല്ലേ? ഇവിടെ വെച്ചും ആ തേജസ്സിൻ്റെ ഒരംശം കാണാനുള്ള ഒരു കൊതിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.